ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് വിൻറ്റേജ് ജേണൽ ബുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഹാഫായിട്ട് അതിനെ മടക്കി കൊടുക്കുക. എല്ലാ പേപ്പറും ഓരോന്നോരോന്ന് എടുത്തിട്ടാണ് മടക്കി കൊടുക്കുക. അത് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പേപ്പേഴ്സ് എല്ലാം മടക്കി കിട്ടിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്രികയുടെ ആവശ്യമൊന്നുമില്ല. ചുമ്മാ കൈവച്ചിട്ട് ആ സൈഡ്സൊക്കെ ഒന്ന് കീറിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെതലൊക്കെ കടിച്ച ആ ഒരു രീതിയിൽ ഇങ്ങനെ എല്ലാ സൈഡ്സും പേപ്പർ വരും. അപ്പോൾ ഇതാ പേപ്പേഴ്സ് എല്ലാം ദാ ഇതുപോലെ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി വേണ്ടിയത് കട്ടൻ ചായ, അതായത് തേയില വെള്ളം തിളപ്പിക്കാന്നുള്ളത്. കുറച്ച് ലാവശ്യമായിട്ട് തന്നെ പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ ഈ പേപ്പർ അങ്ങോട്ട് മുക്കുക, വീണ്ടും പൊക്ക പരിപാടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ട് പേപ്പറിൽ അങ്ങനെ കളറൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മിനിറ്റ് ഒക്കെ പേപ്പർ ജസ്റ്റ് ആ വെള്ളത്തിനകത്തോട്ടൊന്ന് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് അത് കീറാണ്ട് പതിയെ എടുത്തിട്ട് അത് വിരിച്ച് വെക്കുക. ഇങ്ങനെ മുക്കിയെടുത്ത പേപ്പർ ടേബിളിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ എളുപ്പ പണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. പക്ഷേ അങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് അപ്പം ആ പേപ്പർ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ലായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ പേപ്പറിലെ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് പോയതിന് ശേഷം ഓരോന്നെടുത്തിട്ട് ടേബിളിൽ ഞാൻ വിരിച്ചിട്ട് അങ്ങനെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കോഫി പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവില്ല. ടീ പൗഡർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇതുപോലെ പൊടികളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പുറം ചട്ട ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് പേപ്പറൊക്കെ ഒട്ടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കാർഡ്ബോർഡ് എടുത്തിട്ട് ചാർട്ട് പേപ്പറിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സൈഡ്സ് എല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. മിനി ബുക്കൊക്കെ ഉണ്ടാക്കുക, നമുക്ക് അറിയാമല്ലോ അങ്ങനെ ഒട്ടിക്കുന്നത്. വിൻറ്റേജ് ജേണൽ അല്ലേ, അപ്പോൾ ഒരു വിൻറ്റേജ് ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കിളിവാതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി കാർഡ്ബോർഡ് എടുത്ത് അതിനെ ഇതുപോലെ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ആ ഒരു ഡിവൈഡ് ചെയ്ത് തന്നെ കട്ട് ചെയ്ത് എടുത്തു. അതിന് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കൈ പിടിച്ചു. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നേരെയായി വരാം. അപ്പോൾ നിങ്ങൾ ഇത് കട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മാറ്റി വെച്ചാൽ എളുപ്പം ആ പീസ് ഇതുപോലെ ബുക്കിൽ വെച്ച് ഒട്ടിച്ചങ്ങോട്ട് പെട്ടെന്ന് എടുക്കാം. അല്ലെങ്കിൽ എന്നെ പോലെ തപ്പി തടയേണ്ടി വരും. പിന്നെ വിൻറ്റേജ് ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു പഴയ രീതിയിലുള്ളൊരു ബുക്കാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ് എടുത്തത്. ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് എടുത്തിട്ട് ഇതുപോലെ കുട്ടിയായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്ത് അതിലോട്ട് കുറച്ച് ഗ്ലൂവും കുറച്ച് അക്രിലിക് പെയിൻറ്റും ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഡയറിൻ്റെ മേലെ ഇതുപോലെ ഗ്ലൂ അങ്ങോട്ട് പുരട്ടിയിട്ട് അതങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുക. കൈ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് പിച്ചിടുന്ന ടിഷ്യൂ ആയതുകൊണ്ട് ചിലത് കുറച്ച് വലുതും കുറച്ച് ചെറുതും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതങ്ങോട്ട് ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഗ്ലൂവിലോട്ട് ഇതങ്ങ് പരന്ന് പോകും. ഇതിന് മാത്രമേ ഇച്ചിരി ടൈം എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഒട്ടി ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിനി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഒരു ദിവസമൊക്കെ ഇത് ഉണങ്ങാൻ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഉണങ്ങി ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു വിൻറ്റേജ് ജേണലല്ലേ, കുറച്ച് ഗ്ലിറ്ററൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേച്ച് പായ്ക്കിലൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ വരയ്ക്കുക. എന്നിട്ട് ഉണങ്ങിയ പേപ്പർ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുന്നി വേണേലും അത് വെക്കാം. അതായത് നമ്മൾ ബുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് സൈഡിൽ രണ്ടും ഒരു പേപ്പർ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ബാക്കി ആ സെൻറ്ററിലോട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഒട്ടിക്കായിരുന്നു ചെയ്തത്. പിന്നെ വിൻറ്റേജ് ജേണലാണെങ്കിലും കുറച്ച് ക്യൂട്ട്നെസ് വേണം തോന്നിട്ട് ഞാൻ 2 ബട്ടർഫ്ലൈനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ബോയുടെ വെച്ചിട്ട് ഇതുപോലെ എന്താ പറയുക, ഡയറി അടയ്ക്കുക എന്നുള്ള ആ ഒരു സെറ്റപ്പിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പറയണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.